ഞാനും ഗായത്രി മാത്രോ? അപ്പൊ മോളുടെ കാര്യോ? അവിടെ തൽക്കാലം നമുക്ക് സുരക്ഷിതമായൊരു സ്ഥലത്ത് ഏൽപ്പിക്കാം. ഒന്നുകിൽ തൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ ഗൗരിയുടെ കയ്യിലോ, അങ്ങനെ എന്തെങ്കിലും വഴി ആലോചിക്കാം. ഗൗരിയുടെ കയ്യിൽ ഏതായാലും വേണ്ട സണ്ണിച്ച, അത് റിസ്ക് ആണ്. അതെന്നതാ, മോളെ അവളുടെ കൈ കൊടുത്താൽ പിന്നെ തിരിച്ചു കിട്ടില്ലെന്നൊരു പേടിയുണ്ടോ അതിന്? അതല്ല, ഗൗരിയുടെ കയ്യിൽ മോള് തിരിച്ചെത്തിയെന്നറിഞ്ഞ വീണ്ടും കുഞ്ഞിനെ അപായപ്പെടുത്താൻ സയനയോ ബെന്നിയോ ശ്രമിക്കുമെന്നുള്ള കാര്യം ഉറപ്പല്ലേ സണ്ണിച്ച? എത്ര കരുതലോടെ നോക്കിയാലും അവരവസരം ഉണ്ടാക്കി അവളെയും മോളെയും ഉപദ്രവിക്കും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. സയന അവന് കൊടുത്ത ഓഫർ വെച്ച് നോക്കുമ്പോൾ ഗൗരിയെയും കുഞ്ഞിനെയും കൊല്ലാൻ വരെ മടിക്കില്ല ബെന്നി. അതുകൊണ്ട് മോളെ നമുക്ക് തൻ്റെ വീട്ടിൽ തന്നെ ഏൽപ്പിക്കാം. അതാ നല്ലത്. അലൻ, എന്നതാ ആലോചിക്കുന്നേ? 2 ദിവസമായി ഗായത്രിയുടെ വിവരമൊന്നും അറിയുന്നില്ലല്ലോ സണ്ണിച്ച. അങ്കിളൊന്നും പറഞ്ഞില്ലേ പിന്നെ? എന്താ സണ്ണിച്ച, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സണ്ണിച്ച, എന്താ എന്താ കാര്യം? ഗായത്രിക്ക് അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് പറ. ചെറിയൊരു പ്രശ്നമുണ്ട്. തന്നെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി ഞാനത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. എന്താ? സയന ഗായത്രിയെ കാണാൻ പുത്തെഴുതി തന്നിരുന്നു. നിങ്ങൾ വീണ്ടും ഒന്നായ കാര്യമൊക്കെ അവൾ എങ്ങനെ അറിഞ്ഞു? അതവൾ കൃത്യമായി ആ സ്ത്രീയെ അറിയിക്കുകയും ചെയ്തു. ഗായത്രി ഇപ്പൊ വീട്ടു തടങ്കലില്ല. വീട് വിട്ട് എങ്ങോട്ട് ഇറങ്ങാൻ പാടില്ലെന്നാ പുത്തെഴുത്ത് അംബികയുടെ ഓർഡർ. ഇതൊക്കെ ഇന്നലെ സുരേന്ദ്രൻ അങ്കിളാ എന്നെ വിളിച്ച് പറഞ്ഞത്. അലൻ, അപ്സെറ്റ് ആകണ്ട. അവിടുത്തെ നീക്കങ്ങൾ അറിയാൻ ഏതായാലും അങ്കിളുണ്ടല്ലോ നമുക്ക്. അവക്കവിടെ മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. സയന അറിഞ്ഞ സ്ഥിതിക്ക് ഗായത്രിയുടെ കാര്യത്തിൽ പോലും എനിക്കിപ്പോൾ നല്ല ടെൻഷനുണ്ട് സണ്ണിച്ച. ഞങ്ങൾ വീണ്ടും ഒന്നിക്കാതിരിക്കാൻ വേണ്ടി ബെന്നി എന്ത് കൈവിട്ട കളിക്ക് തയ്യാറാവും. അപ്പച്ചനിപ്പോൾ ഒന്ന് നമ്മുടെ ഭാഗത്തേക്ക് ചാഞ്ഞതുകൊണ്ട് ഒരു ഓപ്പൺ അറ്റാക്കിന് എന്തായാലും അവൻ ധൈര്യം കാണിക്കില്ല. തന്നെയുമല്ല, തൻ്റെ വീട്ടിലോ ഗൗരിയുടെ വീട്ടിലോ കയറി ചെല്ലുന്നത് പോലെ അത്ര ഈസി ആയിട്ട് അവന് പുത്തെഴുത്ത് കയറി കളിക്കാനൊന്നും പറ്റില്ല. അംബികയുടെ ഉപദ്രവം ഉണ്ടെന്നൊഴിച്ചാൽ തൽക്കാലം അങ്ങനെ ഒരു ടെൻഷൻ ഗായത്രിയെക്കുറിച്ച് വേണ്ട. അതാ ഞാൻ പറഞ്ഞത്, എത്രയും പെട്ടെന്ന് അവളെയും കുട്ടി താൻ ഇവിടുന്ന് രക്ഷപ്പെടണമെന്ന്. സുരക്ഷിതമായൊരു സ്ഥലമാണ് ആദ്യം അറേഞ്ച് ചെയ്യേണ്ടത്. ബാംഗ്ലൂരിൽ ഇസയുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ഉണ്ട്. അവിടെ എവിടെയെങ്കിലും എങ്കിൽ അത് മതി. അതാ സേഫ്. അവിടെ നിന്നുകൊണ്ട് നമുക്ക് ഗായത്രി തൻ്റെ കൂടെ സ്റ്റേറ്റ്സിലോട്ടൊക്കെ കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയും ചെയ്യാമല്ലോ. ഞാൻ സുരേന്ദ്രൻ അങ്കിളിനൊന്ന് നേരിൽ കാണുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഗായത്രി അവിടെ നിന്ന് കടത്താനുള്ള വഴി കണ്ടുപിടിക്കണം. അത് ശരിയായി കഴിഞ്ഞാൽ പിന്നെ ഒരു നിമിഷം പോലും കളയാതെ ഇവിടുന്ന് രക്ഷപ്പെട്ടോണം. അതുവരെ താനോ കുഞ്ഞോ ഇവിടെ ഉണ്ടെന്ന് ഒരു കാരണവശാലും ആരും അറിയാൻ ഇടയാകരുത്. സൂക്ഷിക്കണം. ഒക്കെ ശരിയാവൂടോ. താൻ ധൈര്യമായിട്ടിരിക്കേ. ഏതായാലും നമ്മൾ ഇത്രത്തോളമൊക്കെ എത്തിയില്ലേ, അതുപോലെ തന്നെ നമ്മൾ ഇനിയും മുന്നോട്ട് പോകും. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ശരി. വേണ്ട സണ്ണിച്ചേട്ടൻ, ഇനി കൂടുതലൊന്നും പറയണ്ട. അമ്മാളുവിനെ സേഫ് ആയിട്ട് എന്റെ കയ്യിൽ എത്തിക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്തൊക്കെയാ വന്നതെന്ന് പറയുന്നത്? മോൾ അയാളുടെ കയ്യിലാണെന്നോ? അതെങ്ങനെ സംഭവിച്ചു? സണ്ണിച്ചേട്ടൻ കൂടി അറിഞ്ഞിട്ടാണോ ഇതൊക്കെ? പറ, എനിക്കറിയണം. ഞാൻ പറഞ്ഞല്ലോ ഗൗരി, അമ്മാളും എങ്ങനെ അലന്റെ കൈ എത്തപ്പെട്ടു എന്നതിനെ കുറിച്ച് എനിക്കിപ്പോഴും അറിയില്ല. പക്ഷേ അങ്ങനെ സംഭവിച്ചത് എന്തുകൊണ്ട് നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് ഗായത്രിക്ക് വല്ലിന് ഒന്നിക്കാൻ കഴിയുമെങ്കിൽ അതിനപ്പുറം ഒരു നല്ല കാര്യം വേറെ എന്നതാ ഉള്ളത്. ഒന്നും അല്ല സണ്ണിച്ചേട്ടാ, ഇതിൽ എന്തോ ചതിയുണ്ട്. അയാളിപ്പോ എന്റെ മോളെ കൈക്കലാക്കിയെങ്കിൽ അതൊരിക്കലും നല്ല ഉദ്ദേശത്തോടെ ആയിരിക്കില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. അമ്മാളുവിനെ വെച്ച് അയാൾ എന്തൊക്കെയോ മനസ്സിൽ കണക്ക് കൂട്ടുന്നുണ്ട്. ഗൗരി, എന്തിനാ അലിനെ സംശയിക്കുന്നത്? സ്വന്തം മോളെ വെച്ച് അയാൾ എന്ത് ചതിപ്രയോഗം നടത്തുമെന്നാ? താൻ അയാളെ സംശയിക്കുന്നതും പേടിക്കുന്നതൊക്കെ വെറുതെയാണ് ഗൗരി. അയാളെ നിനക്കിപ്പോഴും മനസ്സിലാകാഞ്ഞിട്ടാ. അയാളെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വേറെ ആരും മനസ്സിലാക്കിയിട്ടില്ല സണ്ണിച്ചേട്ടാ.
പറഞ്ഞു മോഹിപ്പിച്ച് എന്റെ ചേച്ചിയുടെ ജീവിതം ഇത്രയും താറുമാറാക്കിയത് അയാൾ ഒറ്റ ഒരുത്തനാ. എന്നിട്ട് തനിക്ക് അതിലൊന്നും ഒരു പങ്കുമില്ലെന്ന് എന്നെയും ചേച്ചിയും ബോധ്യപ്പെടുത്താൻ എന്തൊക്കെ തട്ടിപ്പുകൾ അയാൾ നടത്തിയത് അതൊക്കെ നേരിട്ട് അനുഭവിച്ചോളാം ഞാൻ. എനിക്കറിയാവുന്നിടത്തോളം അയാൾ ആർക്കും അറിയില്ല, ആർക്കും. ഗൗരി, നടന്നതൊക്കെ സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളായിരുന്നു, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ തന്റെ ചേച്ചിയെ മനഃപൂർവ്വം ചതിച്ച് മറ്റൊരു കാശുകാരി പെണ്ണിനെ കല്യാണം കഴിച്ച് സുഖിച്ച് ജീവിക്കാനായിരുന്നു അലന്റെ ഉദ്ദേശമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് എന്റെ പെങ്ങളുമായിട്ട് അയാൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടായില്ല? കിട്ടിയ സൗഭാഗ്യങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകാതെ അയാൾ എന്തിന് വീടും നാടും വിട്ടുപോയി? അത് ഈശ്വരനായിട്ട് അയാൾക്ക് കൊടുത്ത ശിക്ഷയാണ് സണ്ണിച്ചേട്ടാ. അല്ലാതെ അയാൾക്ക് ചേച്ചിയോടുള്ള അഗാധമായ സ്നേഹം കൊണ്ട് അയാളുടെ ജീവിതം നശിച്ചു പോയതൊന്നുമല്ല. തരുമ്പെങ്കിലും ആത്മാർത്ഥത അയാൾക്കുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും എന്റെ ചേച്ചി ഇങ്ങനെ വഴിയിൽ ഉപേക്ഷിച്ചു പോവില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ അയാൾ എന്തിന് ഗായത്രിയിലേക്കും അവരുടെ കുഞ്ഞിലേക്കും ഒക്കെ മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നു? അതിനൊരു കാരണം ഉണ്ടാവണല്ലോ. സണ്ണിച്ചേട്ടന്റെ ഈ ചോദ്യത്തിന് മറുപടി പറയേണ്ടത് ഞാനല്ല, അയാളാ. ആ ഉത്തരം അയാളിൽ നിന്ന് തന്നെ എനിക്ക് അറിയണം. സണ്ണിച്ചേട്ടാ, എനിക്ക് അയാളെ ഒന്ന് കാണണം. അലൻ എവിടെയാണ് തങ്ങുന്നതെന്നോ കുഞ്ഞിനെ ആരെയാണ് ഏൽപ്പിച്ചതെന്നോ ഒന്നും എനിക്കറിയില്ല ഗൗരി. കള്ളോ സണ്ണിച്ചേട്ടൻ ഈ പറയുന്നത്? നിങ്ങൾക്കെല്ലാം അറിയാം. സണ്ണിച്ചേട്ടനും ഇപ്പൊ അയാളുടെ പക്ഷം ചേർന്ന് എന്നെ പറ്റിക്കാൻ നോക്കല്ലേ? എന്നതാ മോളെ നീ ഇങ്ങനെയൊക്കെ? എനിക്കങ്ങനെ പക്ഷം പിടിച്ച് നിന്നെ പറ്റിക്കണമെന്നാണേല് ഞാൻ എന്നത്തിനാ ഇപ്പൊ ഇതൊക്കെ നിന്നോട് പറയാൻ വന്നത്? നോക്ക്, എന്റെ അപ്പച്ചനും കൂടപ്പിറപ്പുകളും കാരണം തകർന്നു പോയ ഒരു കുടുംബത്തിനോട് ഞാനായിട്ട് എന്തെങ്കിലും നന്മ ചെയ്യണമെന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യം മാത്രമേ എനിക്കുള്ളൂ. അതിനുവേണ്ടി എന്നാൽ കഴിയുന്നത് ഞാൻ ചെയ്യുന്നു. ഗായത്രി എന്റെ ഭാര്യയാണെന്ന് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ച് ഞാൻ ആ വീട്ടിലേക്ക് കൊണ്ടുപോയതും അവർ തമ്മിലുള്ള തെറ്റിദ്ധാരണയും ദേഷ്യവും ഒക്കെ മാറ്റി അവരെ ഒന്നിപ്പിക്കാൻ വേണ്ടി തന്നെയായിരുന്നു. അന്നത് നടന്നില്ല. പക്ഷേ ഇപ്പോൾ അലന്റെ ഈ മടങ്ങി വരവ് കൊണ്ട് നിന്റെ ചേച്ചിക്കും കുഞ്ഞിനും ഒരു നല്ല ജീവിതം ഉണ്ടാവുകയാണെങ്കിൽ അതിലേറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഈ ഞാനായിരിക്കും. ദൈവം തമ്പുരാൻ സഹായിച്ച് അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇപ്പൊ നമ്മുടെ മുമ്പിൽ ഒത്തുവന്നിട്ടുണ്ട്. അല്ലെങ്കിൽ കുഞ്ഞിനെ അലിനെയൊന്നും ദൃഷ്ടിക്ക് നേരെ പോലും കണ്ടുകൂടാത്ത ഗായത്രിക്ക് ഇങ്ങനൊരു മനംമാറ്റം വരേണ്ട കാര്യം എന്താ? അവൾക്ക് പോലും അലിനെ മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഗൗരിക്ക് അതിന് കഴിയുന്നില്ല? ചേച്ചിയെ പറഞ്ഞു പറ്റിക്കാൻ അയാൾക്ക് പണ്ടും സാധിച്ചിരുന്നല്ലോ. പക്ഷേ അതുപോലെ അത്ര എളുപ്പമല്ലേ എന്നെ പാട്ടിലാക്കാനെന്ന് അയാൾക്ക് നല്ലോണം അറിയാം. അതുകൊണ്ടാ സണ്ണിച്ചേട്ടനെ ഇപ്പൊ എന്റെ അടുത്തേക്ക് വിട്ടേക്കുന്നത്. പക്ഷെ അയാൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒരിക്കൽ കൂടി എന്നെ എന്റെ ചേച്ചിയും പറ്റിക്കാനാവില്ല എന്ന് അയാളോട് പറഞ്ഞേക്ക്. ഇപ്പൊ അയാളുടെ മനസ്സിലിരിപ്പ് എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കോടതി ഞങ്ങൾക്ക് അനുവദിച്ചു തന്ന ആ സ്വത്തിന്മേലെ അയാളുടെ കണ്ണ്. എന്നെയും എന്റെ ചേച്ചിയും സെന്റിമെന്റ്സിന്റെ മേൽ വീഴ്ത്താനായാൽ പിന്നെ അതൊക്കെ അയാളുടേതും കൂടി ആവുമല്ലോ. അത് മാത്രം അയാളുടെ ലക്ഷ്യം. അതൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് സണ്ണിച്ചേട്ടൻ അയാളോട് പോയി പറഞ്ഞേക്ക്. വേണ്ട, സണ്ണിച്ചേട്ടൻ എന്ത് പറഞ്ഞാലും അയാളുടെ ഒരു ഉദ്ദേശവും നടക്കില്ല. ഞാനും എന്റെ ചേച്ചിയും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. പക്ഷേ ഗൗരി ജീവിച്ചിരിക്കുമ്പോ ഗായത്രിക്ക് ഇനി ഒരു ചതി പറ്റാതെ നോക്കാൻ എനിക്കറിയാം. അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിയേക്കയാളെ. മോളെ ഗൗരി, ഞാൻ പറയുന്നതൊന്ന് കേക്ക്. കുട്ടി ആരാ? ഹലോ, ചോദിച്ചത് കേട്ടില്ലേ? നിങ്ങൾ ആരാന്ന്? അലൻ എന്നൊരാൾ ഇവിടെയല്ലേ താമസം? ഞാൻ വന്നത് അയാളെ കാണാനാണ്. അതല്ലല്ലോ ഞാൻ നിങ്ങളോട് ചോദിച്ച ചോദ്യം. ആദ്യം നിങ്ങൾ ആരാന്ന് പറയൂ. ഞാൻ ആരാണെന്ന് വ്യക്തമായി നിങ്ങളുടെ ഫ്രണ്ടിനറിയാം. ഇനി നിങ്ങളെ കൂടി അത് ബോധിപ്പിക്കണമെങ്കിൽ ആവാം. പേര് ഗൗരി എന്നാണ്. ഇനി അയാളുമായി എന്താണ് ബന്ധമെന്ന് ചോദിച്ചാൽ എന്റെ ചേച്ചിയുടെ കുഞ്ഞിന്റെ അച്ഛനെന്ന് അവകാശപ്പെടുന്ന ആളാണ് നിങ്ങളുടെ സുഹൃത്ത്. അതിന് അലൻ എന്റെ സുഹൃത്താണെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? നിങ്ങൾ കള്ളം പറയാൻ ശ്രമിക്കണ്ട. നിങ്ങൾ അയാളുടെ സുഹൃത്താണെന്നും ഈ വീട്ടിൽ അയാളുണ്ടെന്നും അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ വന്നത്. അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ മാറ്റർ.
അതിലൊന്നും തലയിടുകയല്ല എന്റെ ഉദ്ദേശം. എന്റെ ചേച്ചിയുടെ കുഞ്ഞിനെ തട്ടിയെടുത്തത് അയാളാണെന്ന് എനിക്ക് മനസ്സിലായി. കുഞ്ഞ് അയാളുടെ കയ്യിലുണ്ടെന്നും. കുഞ്ഞിനെ കൊണ്ടുപോകാനാ ഞാൻ വന്നത്. ദേവി ഏത് നിങ്ങൾ എന്നെ തടയരുത്. തടഞ്ഞാലും ഞാൻ എന്റെ മോളെ കൊണ്ട് ഇവിടുന്ന് പോവും. കുട്ടിയോട് ആരാ ഈ നുണയൊക്കെ പറഞ്ഞത്? അലൻ ഇവിടെയാണ് താമസമെന്നോ? അല്ല, ഞാനും അയാള് സുഹൃത്തുക്കളാണെന്ന് ആര് പറഞ്ഞിട്ടാ താൻ അറിഞ്ഞത്? എന്താ അലൻ ജോസഫ് എന്നൊരാളെ നിങ്ങൾ അറിയേയില്ല? അറിയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അലൻ എന്റെ പരിചയക്കാരനാണ്. സ്റ്റേറ്റ്സിൽ എന്റെ സ്ഥാപനത്തിലാണ് അയാൾ വർക്ക് ചെയ്യുന്നത്. ഒരേ നാട്ടുകാരായ രണ്ടുപേർ എന്ന നിലയിലുള്ള ഒരു സൗഹൃദം ഞങ്ങൾ തമ്മിൽ ഉണ്ടെന്നുള്ളത് സത്യമാണ്. അല്ലാതെ കുട്ടി കരുതും പോലെ അയാൾ ഇവിടെ ഒളിച്ചു താമസിപ്പിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. അതിനും മാത്രം അടുപ്പവും ബന്ധമൊന്നും ഞങ്ങൾ തമ്മിലില്ല. അയാൾ ഇവിടെ ഒളിച്ചു താമസിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അപ്പോ ഒളിച്ചു താമസിക്കുകയാണെന്ന് നിങ്ങൾക്ക് തന്നെ വ്യക്തമായതുകൊണ്ടല്ലേ അറിയാതെയെങ്കിലും ഇപ്പൊ നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? അതിനർത്ഥം എന്റെ കുഞ്ഞിനെയും കൊണ്ട് അയാൾ ഇവിടെ ഒളിവിൽ കഴിയുന്നു എന്ന് തന്നെയാ. നോക്കൂ കുട്ടി, ഒരു തർക്കത്തിനൊന്നും ഞാനില്ല. അയാളുമായി എനിക്കുള്ള ബന്ധം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. തനിക്കത് വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യാം. അലൻ എന്നൊരാൾ ഇവിടെ ഇല്ല. ഞങ്ങൾ രണ്ട് സ്ത്രീകൾ മാത്രമാണ് ഇവിടെ കഴിയുന്നത്, ഞാനും എന്റെ ആന്റിയും. ആരെ മോളെ ഇത്? എനിക്കറിയില്ല ആന്റി. ഈ കുട്ടി അലനെ അന്വേഷിച്ചു വന്നതാണെന്ന് പറയുന്നു. അലനോ? ആരായാള്? ഞാൻ പറഞ്ഞില്ലേ, എന്റെ കൂടെ അവിടെ വർക്ക് ചെയ്യുന്ന ഒരു അലൻ ജോസഫ്. അയാളുടെ കാര്യമാ. ഹ, കുട്ടി അയാളുടെ ആരാ? സിസ്റ്ററാ? കള്ളം പറഞ്ഞ് എന്നെ പറ്റിക്കാൻ നോക്കണ്ട നിങ്ങള്. മര്യാദയ്ക്ക് അയാളോട് ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറയുന്നതാ നല്ലത്. എന്റെ കുഞ്ഞിനെ ഇങ്ങ് തരാനും പറയണം. കുട്ടിക്ക് എന്താ പറഞ്ഞാ മനസ്സിലാവില്ലേ? അങ്ങനെ ഒരാൾ ഇവിടെ ഇല്ലെന്നല്ലേ പറഞ്ഞത്? ഞാനിത് വിശ്വസിക്കണമെങ്കിൽ എനിക്ക് ഇവിടെ കയറി പരിശോധിക്കണം. ഏയ്, വാട്ട്സ് റോങ് വിത്ത് യു? നിനക്ക് എന്താ കുട്ടി പറഞ്ഞാ മനസ്സിലാവില്ലേ? ഇവിടെ ഞങ്ങളല്ലാതെ വേറെ ആരുമില്ല. അതിന് നീ പരിശോധിച്ച് സർട്ടിഫൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങളുടെ അനുവാദമില്ലാതെ ഇതിനകത്ത് കയറിയാൽ പോലീസിൽ ഞാൻ കംപ്ലൈന്റ് ചെയ്യും. കുട്ടി വെറുതെ ഒരു ഇഷ്യൂ ഉണ്ടാക്കാൻ നിൽക്കാതെ ഇവിടുന്ന് പോവാൻ നോക്ക് പ്ലീസ്. അത് തന്നെയാ എനിക്കും പറയാനുള്ളത്. ഇതൊരു ഇഷ്യൂ ആക്കാതെ അയാൾ അകത്തുണ്ടെങ്കിൽ ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറ. എന്നിട്ട് എന്റെ കുഞ്ഞിനെ തരാൻ പറ. അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ ഇതൊരു ഇഷ്യൂ ആവുക തന്നെ ചെയ്യും. ചേടാ, ഇത് വലിയ ശല്യമായല്ലോ. വീട്ടിൽ കയറി വന്ന് മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്ത് അടങ്ങുമെന്നാണെങ്കിൽ അതൊന്നും അറിയണമല്ലോ. ഇസ, കോൾ ദ പോലീസ്. വേണ്ട മാഡം, നിങ്ങളായിട്ടത് ചെയ്യണ്ട, ഞാൻ ചെയ്തോളാം. അനുവാദമില്ലാതെ വീട്ടിൽ കയറിയാലല്ലേ പ്രശ്നമുള്ളൂ. കേറാൻ പറ്റുമോന്ന് ഞാനൊന്ന് നോക്കട്ടെ. മോള് വാ. ഗൗരി പോയോ? അല്പം ഭീഷണിപ്പെടുത്തേണ്ടി വന്നു. പക്ഷേ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. അവക്കെല്ലാം മനസ്സിലായ മട്ടാണ്. ശ്ശേ, അവളോടൊന്നും പറയണ്ടെന്ന് ഞാൻ അപ്പോഴേ സണ്ണിച്ചേനോട് പറഞ്ഞതാണ്. ദേ, ആ പെണ്ണൊന്നും വിശ്വസിച്ച മട്ടിലല്ല പോയേക്കുന്നത്. ഉടനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ സംഗതി വഷളാവും. ആ പെങ്കൊച്ചു പോയി ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ മോളെ? അതിന്റെ സംസാരവും പെരുമാറ്റവും ഒക്കെ കണ്ടിട്ട് എനിക്കങ്ങനെയാ തോന്നുന്നത്. അലനും അങ്ങനെ ഒരു പേടി ഉണ്ടാൻറ്റി. എല്ലാം ഇത്രത്തോളം ആയ സ്ഥിതിക്ക് ഇനി ഗൗരി എന്തെങ്കിലും അബദ്ധം കാണിച്ചാ സംഗതി ആകെ കൊള്ളാവൂ. അവള് വെറുതെ ഇരിക്കില്ല എന്നുള്ളത് ഉറപ്പാ. അല്ല, എനിക്ക് മനസ്സിലാവാത്തത്, അവനും അവളും ആ കുഞ്ഞുമായി ഒരുമിച്ച് ജീവിക്കുന്നതിന് അവള് സമ്മതിക്കുകയല്ലേ വേണ്ടത്? അതിനു പകരം അത് തടയാനും കുഞ്ഞിനെ തിരിച്ചു ചോദിക്കാനും അവൾക്കെന്താ അവകാശം? അത് ഗൗരിയുടെ ചില തെറ്റിദ്ധാരണ കൊണ്ട് ആന്റി. അലൻ ഗായത്രി അന്വേഷിച്ചെത്തിയിരിക്കുന്നത് നല്ല ഉദ്ദേശത്തോടെ അല്ലെന്നാണ് അവളുടെ സംശയം. അത് സണ്ണിയോട് അവൾ തുറന്നു പറയുകയും ചെയ്തു. എങ്കിൽ അവൻ ഇങ്ങനെ അവളെ പേടിച്ചൊളിച്ചിരിക്കാതെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുകയല്ലായിരുന്നോ നല്ലത്? എങ്കിൽ അവൾക്ക് അവനിലുള്ള പേടിയും സംശയമൊക്കെ ഇതോടെ മാറിക്കിട്ടുമായിരുന്നല്ലോ. ഇപ്പോ
അലൻ എന്തു പറഞ്ഞാലും ഗൗരി അത് വിശ്വസിക്കില്ല ആൻറ്റി. ഒരിക്കൽ ഗായത്രിയെ വിവാഹം കഴിക്കാൻ ഉറപ്പ് കൊടുത്തിട്ട് അലൻ അത് പാലിക്കാനായില്ലല്ലോ. അതുപോലെ വീണ്ടും തൻ്റെ ചേച്ചിയെ പറ്റിക്കാനാണ് അലൻ ശ്രമിക്കുന്നതെന്ന ഗൗരിയുടെ വിചാരം. ആ പേടി മാറണമെങ്കിൽ അലനും ഗായത്രിയെ ഒരുമിക്കണം. എന്നാലേ ഗൗരിക്കത് പൂർണ്ണമായും വിശ്വാസമാവൂ. ദേ, ഈ വയ്യാവേലിക്കൊന്നും പോവണ്ടെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ നിന്നോട്. അവനവന്റെ കാര്യം നോക്കാനുള്ളതിന് നീ അവനെയും കൂട്ടി ഇവിടെ വന്നപ്പോ ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചതാ. ഞാൻ മാത്രമല്ല, നിന്റെ പേരൻസും ഒക്കെ ഇല്ലാതായത് നിന്റെ ഈ ആറ്റിറ്റ്യൂഡ് കാരണമാ. ആൻറ്റി പ്ലീസ്, അത് നടക്കില്ലെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ. അലന്റെ മനസ്സിൽ ഗായത്രി ഉള്ളിടത്തോളം കാലം അലന് ഞാൻ അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് മാത്രമായിരിക്കും. എനിക്കും എൻ്റെ വേണ്ടപ്പെട്ടവർക്കും വേണ്ടി ഞാൻ അവന്റെ മനസ്സ് കാണാതെ പോകുന്നത് ശരിയല്ല ആൻറ്റി. എനിക്ക് അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്ന മാത്രം മതി. അവനും എന്നിൽ നിന്ന് ആ ഒരു സ്വാതന്ത്ര്യം പ്രതീക്ഷിക്കുന്നതും വിശ്വസിക്കുന്നതും. നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ആ വിശ്വാസം നശിപ്പിക്കാൻ ഞാനില്ല. ആൻറ്റി എന്നെ അതിന് നിർബന്ധിക്കരുത്. ലീവ് ഇറ്റ്. ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. നിന്റെ ഇഷ്ടം അതാണെങ്കിൽ എനിക്ക് ഒബ്ജക്ഷൻ ഒന്നുമില്ല. ബട്ട് നിന്റെ മമ്മിയോടും ഡാഡിയോടും എന്തു പറയുമെന്ന് ആലോചിക്കുമ്പോഴാ. ആൻറ്റി അതിൽ ബോധേഡാവണ്ട, ഞാൻ പറയാം അവരോട്. ആൻറ്റി, ഇമ്മാനുവൽ അങ്കിളിനെ ഒന്ന് വിളിക്കണം. ബാംഗ്ലൂരിലെ ആ ഫ്ലാറ്റിന്റെ കാര്യം എന്തായെന്നൊന്ന് അന്വേഷിക്കണം. അത് വേക്കന്റ് ആണ്. ട്രീസയും മക്കളും ഇനി വെക്കേഷനെ നാട്ടിലേക്കുള്ളൂന്നാ ഇന്നലെ അവൾ വിളിച്ചപ്പോ പറഞ്ഞത്. എന്തിനാ നിനക്കിപ്പോ ആ ഫ്ലാറ്റ്? ആവശ്യമുണ്ട്. അമ്മേ, ഞാൻ ഇറങ്ങാ. ആച്ചമ്മ വന്നേ. അമ്പയെ കുഞ്ഞില്ലേ മോനെ? പതുക്കെ സംസാരിക്കുന്നല്ലേ. അമ്മ അടുക്കളയില്ല, അങ്ങോട്ട് പോയിക്കോ. എന്തുവാ പ്രശ്നം? അതൊക്കെ അമ്മ വിശദമായിട്ട് പറയും. പിന്നൊരു കാര്യം ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം. അവളുടെ ഗർഭം അലസിപ്പിക്കാൻ വന്ന അന്നത്തെ കൂട്ട് കാര്യങ്ങളൊന്ന് ചളവാക്കിയിട്ട് പോകരുത്. നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ മാത്രമേ ഏൽക്കാവൂ. അല്ലാതെ കാശിന് വേണ്ടി എല്ലാം തലകുലിക്ക് സമ്മതിച്ചിട്ട് പോയേക്കരുത്. തൊള്ള തുറക്കരുതെന്ന് പറഞ്ഞില്ലേ തള്ള നിങ്ങളോട്. ഇനി അതിനെക്കുറിച്ച് കൂടുതൽ വിസ്തരിക്കൊന്നും വേണ്ട. അമ്മയെല്ലാം വിശദമായിട്ട് പറയും. അതുപോലെ കാര്യങ്ങൾ അങ്ങ് നടത്തി തന്നാ മതി. അത് ഈ ആച്ചമ്മക്ക് വിട്. ഇത്തവണ അത്ര പെട്ടെന്ന് അവൾ ഈ കയ്യിൽ നിന്ന് വഴുതി പോവില്ല. അതിനുള്ള വഴിയൊക്കെ എന്റെ കയ്യിലുണ്ട്. എന്നാ ചെല്ല്, അമ്മ അടുക്കളയിലുണ്ട്. നിങ്ങൾ ഇങ്ങനെ കുരങ്ങു ചേത്ത കാക്കാലിനെ കൂട്ടിരിക്കാൻ തുടങ്ങിയിട്ട് നേരം കുറെ ആയല്ലോ ആച്ചിയമ്മേ. ഞാൻ ആലോചിക്കായിരുന്നു അമ്പിക്കുഞ്ഞ്. എന്ത്, ഈ അരിഞ്ഞു വെച്ചതൊക്കെ എങ്ങനെ തിന്നു തീർക്കാവുന്നോ? ഏയ്, അതല്ലെന്നേ. എന്താ ഈ കൊച്ചിനിങ്ങനെ സംഭവിച്ചതെന്ന്? പ്രശ്നമാണ് അമ്പിക്കുഞ്ഞേ, പ്രശ്നമാണ്. സംഗതി മറ്റവനാ. കൈവശം നാലാം വേദക്കാരെ കൊണ്ട് പദപ്രയോഗം ചെയ്യിച്ച് സംഗതി പെണ്ണിന്റെ ഉള്ളിലാക്കിയേക്കുവാ. അതാണ് നിങ്ങൾ ഇത്രയും കടുംപിടുത്തം പിടിച്ചിട്ടും പെണ്ണ് അവനെയും കൊണ്ടേ മറയൂന്ന് കട്ടായം പിടിച്ചത്. ഇനിയിപ്പം നിങ്ങൾ പകലന്തിയോളം ഇടവും വല്ലം കാവലും നിന്നാലും തരം കിട്ടിയ അവൾ അവന്റെ കൂടെ ഇറങ്ങി പോവുകയും ചെയ്യും. അതാ ഈ കൂടോത്രത്തിന്റെ ശക്തി. ഈശ്വര, ഇത് വല്ലാത്തൊരു ചെയ്ത്തായിപ്പോയല്ലോ. കാര്യങ്ങളൊക്കെ ഒന്ന് കൈപ്പിടിയിൽ ഒതുങ്ങി വന്നതായിരുന്നു. അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഏടാകൂടം വരുമെന്ന് ആര് കണ്ടു? അമ്പിയെ കുഞ്ഞു പേടിക്കണ്ട. ഇത്തിരി കാശ് ഇറക്കാമെങ്കിൽ മറുപ്രയോഗമുണ്ട്. നമുക്ക് ഗുണം കിട്ടുന്ന കാര്യമാണെങ്കിൽ 5 or 10 ചെലവാക്കുന്നതിൽ എനിക്ക് ഒരു മടിയില്ല ആച്ചിയമ്മേ. അങ്ങനെ 5 or 10 ഞെക്കിപ്പിടിച്ചിറക്കിയിട്ട് കാര്യമൊന്നുമില്ല. ഇമ്മണി കൂടുതൽ ചെലവാക്കണം. അതെ, നിങ്ങളെ ചെറുക്കനെ കൊണ്ട് അവളെ കിട്ടിക്കണമെന്ന് നിർബന്ധമുണ്ടോ? അതിപ്പോ വിനയൻ അവളെ കല്യാണം കഴിച്ചാലല്ലേ കോടതിയിൽ നിന്ന് അവളുടെ പേരിൽ കിട്ടാനുള്ളത് അവന്റെ പേരിൽ കൂടെ ആവും. അല്ലാതെ വേറെ വഴിയില്ലല്ലോ. അതിന്റെ പേരുള്ള മുതല് നമ്മുടെ ചെറുക്കന് അനുഭവിക്കാൻ പറ്റണം. അത്രയല്ലേ ഉള്ളൂ. അല്ലാതെ അവളെ കല്യാണം കഴിച്ച്
നിങ്ങളെ ചെറുക്കന് ആ പെങ്കൊച്ചിനിൽ കൊച്ചുങ്ങളുണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. നിങ്ങൾ എന്താന്ന് വെച്ചാ കാര്യം തെളിച്ച് പറ ആച്ചിയമ്മേ. പേരിനൊരു ഭാര്യയായിട്ട് അവൾ കഴിഞ്ഞാ മതി എന്നുണ്ടെങ്കിലേ വഴി ഞാൻ പറയാം. പേരിനൊരു ഭാര്യയോ? ഹ, എന്ന് വെച്ചാ എന്താന്ന് പറ. മലയങ്കീഴിൽ ഒരു സിദ്ധനുണ്ട്, തെക്കനാ. ഇതുപോലുള്ള പ്രയോഗങ്ങളിൽ അയാളുടെ മരുന്ന് അച്ചട്ട. അയാളുടെ കയ്യിലൊരു പ്രത്യേകതരം മരുന്നുണ്ട്, രഹസ്യക്കോട്ട. അയാള് പൂജ ചെയ്ത് ആ പൊടി ജപിച്ച് തന്നാ മതി. അംബികാമ്മയുടെ കാര്യം രക്ഷപ്പെട്ടെന്ന് കരുതിയാ മതി. പെണ്ണി വീട്ടിൽ നിന്നല്ല, പിന്നെ അവിടെ ഈ മുറി വിട്ട് പുറത്തിറങ്ങത്തില്ല. എന്താ കാര്യം? എന്താ കാര്യം? പെണ്ണ് വളർന്ന് ശവം പോലെ കിടപ്പിലാവും. അതാ മരുന്നിന്റെ ശക്തി. അയ്യോ, അങ്ങനെയാണെങ്കിൽ അച്ഛമ്മേ പിന്നെ ഒരു കാലത്തും അവൾക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റത്തില്ലേ? എണീറ്റ് നടക്കാൻ പോയിട്ട് കിടന്ന കിടപ്പിൽ നിന്ന് തിരിഞ്ഞു കിടക്കാൻ പോലും പരസഹായം വേണ്ടി വരുന്നേ. അത്രയ്ക്ക് കടുത്ത ശക്തിയുള്ള മരുന്നാ. ആ പൊടി ആഹാരത്തിലോ വെള്ളത്തിലോ കലക്കി ഉള്ളിച്ചെന്നാ പിന്നെ നേരത്തോട് നേരം ചെന്നാ അത് വാഴ വെട്ടിട്ടോരങ്ങ് വീഴും. പിന്നെ ആയുസ് തീർന്ന് കുടിയിലോട്ട് പോണവരെ ആ കിടപ്പ് തന്നെയായിരിക്കും.